കൊല്ലം പോരുവഴി മലനട മലക്കുട ക്ഷേത്ര മഹോത്സവം ഇന്ന് നടക്കും. ദക്ഷിണേന്ത്യയിലെ ഒരേ ഒരു ദുര്യോധന ക്ഷേത്രോത്സവം വലിയ കെട്ടുകാഴ്ചകളോടെയാണ് ആഘോഷിക്കുന്നത്. വിശ്വാസത്തിനൊപ്പം കാഴ്ചയുടെ മഹാവിരുന്നു കൂടിയാണ് മലക്കുട ക്ഷേത്ര മഹോത്സവം. കള്ള് നേർച്ചയായും നിവേദ്യമായും നൽകുന്ന അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെക്കാത്ത ശ്രീകോവിലോ വിഗ്രഹമോ ചുറ്റമ്പലമോ ഇല്ലാത്ത ഒരു ക്ഷേത്രം. മഹാഭാരത കഥയിലെ ദുര്യോധനന്റെ പേരിൽ ഇന്ത്യയിൽ 2 ക്ഷേത്രങ്ങളെയുള്ളൂ. അതിലൊന്ന് കൊല്ലം പോരുവഴിയിലാണ്. വിഗ്രഹങ്ങൾക്ക് പകരം ദുര്യോധനന്റെ പ്രിയപ്പെട്ട ആയുധമായ ഗദയാണ് ഭക്തർക്ക് കാണാൻ കഴിയുക. 24 മണിക്കൂറും തുറന്നിരിക്കുന്ന ക്ഷേത്രത്തിൽ ജാതി മതവ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശിക്കാം. ഇവിടെ സംസ്കൃത മന്ത്രങ്ങളുമില്ല. കള്ളും വെറ്റിലയും പുകയിലയും പാക്കും അടുക്കി വെച്ച് പൂജ. മലക്കുട ഉത്സവം വലിയ കെട്ടുകാഴ്ചകളോടെയാണ് കൊണ്ടാടുന്നത്. ഉത്സവ നാളിലെ കെട്ടുകാഴ്ചകളിൽ പ്രധാനം കാളയും എടുപ്പുകുതിരയുമാണ്. ദ്രാവിഡ സംസ്കാരത്തിന്റെ എല്ലാ ശേഷിപ്പുകളും തുടരുന്ന മലക്കുട മഹോത്സവം വിശ്വാസത്തിനൊപ്പം കാഴ്ചയുടെ മഹാവിരുന്നുകൂടിയാണ്. മലയപ്പൂപ്പന്റെ പ്രതിപുരുഷനാണ് ഊരാളി എന്ന് പറയുന്നത്. ഊരാളിയാണ് കച്ചകെട്ടി മലക്കുട ഏന്തി ഈ പറയുന്ന കെട്ടുകാഴ്ചകളെ ആനയിക്കാനായിട്ട് മുരുകണ്ഠത്തിലേക്ക് ചെല്ലുകയും എല്ലാ കെട്ടുകാഴ്ചകളെയും അനുഗ്രഹിച്ച് ആനയിച്ച് ഈ മല കയറ്റി വിടുകയും അതിനുശേഷം രാത്രി 12 മണിയോടുകൂടി വായ്ക്കരി പൂജ എന്ന കർമ്മം 12 മണിക്കാണ് നടക്കുന്നത്. മഹോത്സവ ദിവസം തിളങ്ങുന്ന കണ്ണുകളും വാശിയും വീറും വടിവൊത്ത ശരീരപ്രകൃതിയുമുള്ള എടുപ്പുകാളകളെ നാടിന്റെ വികാരമായ മലനട അപ്പൂപ്പൻ എന്ന വിശ്വാസത്തെ വലം വയ്ക്കാനായി എത്തിക്കും. 7 കരകളിൽ നിന്നാണ് എടുപ്പുകുതിരകളെയും കാളകളെയും എത്തിക്കുന്നത്. 21.25 കോൽ ഉയരമുള്ള എടുപ്പുകുതിരകളെ കാണാനും അവയെ തോളിലെടുത്ത് ആർപ്പുവിളികളുമായി കുന്നിൻ മുകളിലൂടെ വലം വെക്കുന്നതും കാണാൻ ജാതി മതഭേദമന്യേ ജനലക്ഷങ്ങളാണ് ഒഴുകിയെത്തുക. ഓലക്കുട ചൂടി ഒറ്റക്കാലിൽ ഉറഞ്ഞു തുള്ളിയെത്തുന്ന ക്ഷേത്രത്തിലെ പൂജാരി താഴേക്കിറങ്ങിച്ചെന്ന് കെട്ടുകാഴ്ചകളെ അനുഗ്രഹിക്കുന്നതോടെ ഉത്സവാഘോഷങ്ങൾക്ക് പകിട്ടേറും. ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.